ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാനി ചാപ്റ്റർ 1 ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയും നിന്ന് രക്ഷപ്പെടണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ പാർട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ 3 പാർട്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണാത്തവരുടെ കയറി കാണുക ഗൈസ്. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഹൊറർ ഗെയിമൊക്കെ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, അമ്മാമ്മ എവിടെയാണെന്ന് അറിയില്ല, ആദ്യം അമ്മാമ്മ എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് കുറേ നേരം ഗൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം. നമുക്ക് ഇതുവരെയും പാഡ്ലോക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു പാഡ്ലോക്ക് അവിടെ ആയിരിക്കും ഗൈസ്. എവിടെ? നമ്മുടെ പ്ലേ ഹൗസിലായിരിക്കും. അപ്പോൾ പ്ലേ ഹൗസിൻ്റെ കീ എങ്ങനെയും കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് അമ്മാമ്മ വരുന്നില്ല ഗൈസ്. പുള്ളിക്കാരത്തി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കണ്ടു ഗൈസ്. ഓക്കെ, എൻ്റെ പൊന്നെ, നമ്മളെ കണ്ടു ഗൈസ്. കണ്ടു ഇതേ വന്ന് നിൽക്കണ ഗൈസ്. ഓക്കെ ഗൈസ്, തിരിച്ചു പോയിട്ടുണ്ട് പുള്ളിക്കാരത്തി. ഈ പുള്ളിക്കാരത്തി എന്താണ് ഗൈസ് പോവാത്ത? അതേ വരുന്നു വീണ്ടും. എന്നെക്കൊണ്ട് വയ്യ ഗൈസ്, ഈ പുള്ളിക്കാരത്തിനെ കൊണ്ട് തോറ്റു. ഓക്കെ, പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. തിരിഞ്ഞിട്ടുണ്ട്. പോയോന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. പോയി തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, പോയി ഇതേ പോലെയാണ് പുള്ളിക്കാരത്തി. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് കടക്കാനാണ് ഇപ്പം ഞാൻ നോക്കുന്നത് ഗൈസ്. ഇതാണ് ആ വഴി പൂട്ടിയിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ അയ്യോ ഗൈസ്, ആ വഴി പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ആ മറ്റേ സംഭവം തിരിച്ചാൽ മാത്രമേ അത് തുറക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കത് എന്തായാലും അത് എവിടെ നോക്കിയിട്ട് തന്നെ, അതിനിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. അമ്മച്ചിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരത്തി ഇത് എവിടെയാണോ എന്തോ അങ്ങോട്ട് കണ്ട് പോകണുണ്ട്. നമുക്ക് എന്തായാലും ആ സാധനം കണ്ടുപിടിക്കണം ഗൈസ്. അതിനിപ്പോൾ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? അത് എവിടെ സാധനം ഉണ്ടാവുക? നമ്മളങ്ങനെ തിരിച്ച് ഗ്രാനി മമ്മയുടെ വീട്ടിലെത്തി ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഗൈസ് എനിക്കറിയില്ല വെച്ചാൽ അത് എവിടെ പോയി ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കിതൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രാനീനെ വിളിച്ച് ഗൈസ് ദീരിക്കുന്ന സാധനം. ശരി, നമുക്ക് ഇതുകൊണ്ട് പോവാം ഗൈസ്. ഇതുകൊണ്ട് പോവാം. ഗ്രാനി ഇപ്പം തന്നെ അവിടെ വരും ഗൈസ്. നമുക്ക് അന്നേരം ഗ്രാനീനെ അവിടെ ഇട്ട് പൂട്ടിയിട്ട് നമുക്ക് ആ വഴി ഇറങ്ങി പോവാം ഗൈസ്. ഓക്കെ, ആ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് തിരിച്ചു കഴിഞ്ഞാലാണ് ആ ഗേറ്റ് തുറക്കത്തുള്ളൂ. അവിടെ വേറൊരു റൂമുണ്ട്. മിക്കവാറും അതിൻ്റെ ഉള്ളിലായിരിക്കും മറ്റേ പ്ലേ ഹൗസ് കീ ഉണ്ടാവാൻ പോകുന്നത്. ഏകദേശം നമ്മൾ ജയിക്കാറായി, ഏകദേശം നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങാറായി എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ, ഗ്രാനി വരുന്നുണ്ടോ ഗൈസ്? ഗ്രാനിനെ കാണാനില്ല. ശബ്ദം കേട്ടിട്ട് പുള്ളിക്കാരത്തെ എന്താണ് ഗൈസ് വരാത്തത്? ഗ്രാനി പ്ലീസ് കം, എനിക്ക് സമയമില്ല. ഓക്കെ, പുള്ളിക്കാരത്ത് വരുന്നുണ്ട് ഗൈസ്. വരുന്നുണ്ട്. ഓക്കെ, ഇതേ പോണു. ഓക്കെ, ഗ്രാനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാം. വാതിലടച്ച് പൂട്ടാം. സോറി ഗ്രാൻഡ്മാ, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം ഗൈസ്. ഈ സാധനം അവിടെ കൊണ്ടുവന്ന് നമുക്ക് കറക്കണം. എന്നിട്ട് അവിടെയും പ്ലേ ഹൗസ് കീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കെന്തായാലും നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, എനിക്ക് ഈ ഗ്രാനീനെ വലിയ ഇപ്പോൾ സീനില്ല. മറ്റേ ആ സ്പൈഡറിനെയാണ് ഇച്ചിരി കൂടി സീന്. പുള്ളിക്കാരത്തി കുറച്ച് ഡേഞ്ചറാണ്. നമ്മളെന്തായാലും ഇവിടെ ചാടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും എല്ലാ സാധനം വെക്കണ്ടേ, അത് അപ്പുറയാണ് വെക്കേണ്ടത്. ഓക്കെ ഗൈസ്, ആ എട്ടുകാലി ഇവിടെ അടുത്തുണ്ടോ ഗൈസ്? ശബ്ദം എന്തോ കേൾക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങോട്ട് അടുത്തുണ്ടോ എന്തോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും ഗൈസ്. പുള്ളിക്കാരത്തി ഉണ്ടെങ്കിൽ തീരുമാനമാവും. അത് കാണാനില്ല ഗൈസ്. ഇവിടെ നിന്നും കാണാനില്ല ഗൈസ്. പുള്ളിക്കാരത്തി എവിടെയാണോ എന്തോ. നമുക്കെന്തായാലും വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വന്നേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തിയെ വന്നേക്കണ ഗൈസ്. ഒക്കെ തിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഒക്കെ നമുക്ക് നോക്കാം ഗൈസ്. ദേ പോണെയാണ് പുള്ളിക്കാരത്തി. നമുക്ക് എന്തായാലും വേഗം ഗൈസ് ഇവിടെ ഗൈസ് ഇവിടെ എല്ലാ സാധനം വെക്കണ്ടേ. അയ്യോ പെട്ട്. ഇവിടെ എല്ലാ സൈസാ സാധനം വെക്കണ്ടേ? ഇതിൻ്റെ ഉള്ളിലാണോ? അല്ല, ഇവിടെ നമ്മൾ വന്നതല്ലേ. ഇവിടെയല്ല ഗൈസ്, ഇവിടെയല്ല. ചെറിയൊരു ഭയം ഗൈസ് താഴത്തേക്ക് ഇറങ്ങി പോകാൻ. ഓക്കെ, ഇതിൻ്റെ അപ്പുറമുള്ള ആ വഴിയുടെ അവിടെ കണ്ടാണ് വെക്കേണ്ടത്. എനിക്ക് എന്താണ് നടത് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, പോ സമയം കളയണ്ട ഗൈസ്. പുള്ളിക്കാരത്തി അടുത്തുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. പുള്ളിക്കാരത്തി ഇങ്ങോട്ട് കയറി വരില്ല ഗൈസ്. ഇങ്ങോട്ട് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ
പുള്ളിക്കാരത്തെ അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൈസ് ഉണ്ട് ഗൈസ്, ഇതേ അവിടെ ഞാൻ ചെറുതായിട്ട് കാല് കണ്ടു ഗൈസ്. പുള്ളിക്കാരത്തെ അവിടെ ഉണ്ട് ഗൈസ്, അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയാറിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായേനെ. ഓക്കെ, പുള്ളിക്കാരത്തെ അവിടെയൊക്കെ ഉണ്ട് ഗൈസ്. പോയോന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങിപ്പോയാലോ ഗൈസ്? വായ്സ് നമുക്ക് ഇറങ്ങിപ്പോവാം പ്ലീസ് പ്ലീസ്. ഓക്കെ, പുള്ളിക്കാരത്തിനെ കാണാനില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും കയറിയിരിക്കാം. പുള്ളിക്കാരത്തി എവിടെയാണെന്ന് നോക്കിയിട്ട് പോയാൽ മതി ഗൈസ്, അല്ലെങ്കിൽ ഇനി പണിയാവും. ഓക്കെ ഗൈസ്, കാണാനില്ല. നമുക്ക് ആ വഴിക്കാണ് പോകേണ്ടത്. ഓക്കെ, നമുക്ക് പോയാലോ ഗൈസ്? ഗൈസ് കാണാനില്ല. പുള്ളിക്കാരത്തി എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ നിൽക്കണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഗൈസ്. ഓക്കെ, പുള്ളിക്കാരത്തി നടക്കുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഏത് വഴി വന്നേന്നൊന്നും പറയാൻ പറ്റുള്ള ഗൈസ്, എനിക്കറിയില്ല ഗൈസ്. നമ്മൾ പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇനി ഇവിടെയും പ്ലേ ഹൗസ് കീ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയി തിരക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, എനിക്ക് ചെറിയൊരു ഭയം ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. കാരണം പുള്ളിക്കാരത്തെ എങ്ങോട്ടാ പോയെന്നൊരു പിടിയില്ല. ഓക്കെ, ദേ വരുന്നുണ്ട് ഗൈസ്, പുള്ളിക്കാരത്തി വരുന്നുണ്ട്. പുള്ളിക്കാരത്തി അപ്പുറത്തേക്കാണ് പോയത്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ പോയി തുറക്കാം. ഓക്കെ, ഇവിടെ പോയി നമ്മൾ ആ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആ ഗേറ്റ് തുറന്നിട്ടുണ്ടാവും ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം ഗൈസ്. പുള്ളിക്കാരത്തി ഇതുവഴി വരുന്നു. അവിടെ നിൽപ്പുണ്ട് ഗൈസ്, അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, പുള്ളിക്കാരത്തി നമ്മളെ കണ്ടു ഗൈസ്. പുള്ളിക്കാരത്തി നമ്മളെ കണ്ടു. ഓക്കെ, പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, പുള്ളിക്കാരത്തി ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്ത് സ്പീഡാണ് പുള്ളിക്കാരത്തിക്ക്. നമുക്ക് പുള്ളിക്കാരത്തിനെ കൊല്ലാൻ പോലും പറ്റില്ല ഗൈസ്. പുള്ളിക്കാരത്തി അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് പവർഫുള്ളാണ്. ഇതേ നിൽക്കുന്നവിടെ. ഓക്കെ ഗൈസ്, പയ്യെ അങ്ങോട്ട് പോവാണ് പുള്ളിക്കാരത്തി. ഓക്കെ, നമുക്ക് പയ്യെ അപ്പുറത്തേക്ക് പോയാലേ ഗൈസ്. പോണോ? എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ദേ വീണ്ടും വരുന്നു. ഇതെന്തോന്നാടാ അത്? അങ്ങോട്ടും പോലും പോയിക്കൂടായി പുള്ളിക്കാരത്തിക്ക്. ഗൈസ്, ഇതെന്താണ് ഇത് വീണ്ടും വന്നിരിക്കുന്നത്? വലിയ ശല്യമായിരുന്നു ഇത്. സ്പൈഡർ മാമ വേണ്ട, നമ്മൾ ഇച്ചിരി സീനാണ്. ഓക്കെ, പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വേഗം പോയാലോ ഗൈസ്? നമുക്ക് വേഗം പോവാം ഗൈസ്. കണ്ടോ, അവിടെ ഗേറ്റ് തുറന്നു ഗൈസ്. ഓക്കെ, ഇത് ഏതാണ് വഴി? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഗൈസ്. പ്ലേ ഹൗസ് കീ ഗൈസ്, ഫൈനലി പ്ലേ ഹൗസ് കീ കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഒക്കെ പ്ലേ ഹൗസ് കീ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്കാരത്തി എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ ഗൈസ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിടിക്കും, പ്ലേ ഹൗസ് കീ ഇവിടെ കിടക്കും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം. അയ്യോ ഗൈസ്, ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വെക്കുന്ന ഓടിയാലോ? ഓടിക്കോ ഗൈസ്, വേങ്ങറ്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഏകദേശം 8 കാലി അമ്മമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ ഗൈസ്. ഓക്കെ, ഈ വഴി ചാടാം ഗൈസ്. ചാടിക്കോ ഗ്രാൻഡ് ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, നമുക്കിവിടെ എന്തായാലും ചാടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ സാധനം കൊണ്ട് മുകളിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി അങ്ങനെ പ്ലേ ഹൗസ് കീ കിട്ടി ഗൈസ്. ഇനിയിപ്പോൾ ഓക്കെ, ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ഗൈസ്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ അപ്പുറം വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഗ്രാനീനെ കൂടെ വിളിച്ചു വരുത്താൻ. ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഓക്കെ, വേഗം വെക്കോ. ഫൈനലി അങ്ങനെ നമുക്ക് പ്ലേ ഹൗസ് കീ കിട്ടി ഗൈസ്. ഓക്കെ, അവിടെ പ്ലേ ഹൗസ് കീ ഇല്ലാതെ ഞാൻ തെണ്ടിപ്പോയാൻ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ടുപോയി വയ്ക്കാം ഗൈസ്. ഓക്കെ, തുറക്കുക. ഇപ്പോൾ ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് വരും ഗൈസ്. പുള്ളിക്കാരത്തി വരും. അതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, അത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ക്രൗവീല്. ഓക്കെ ഗൈസ്, പാഡ്ലോക്കി. യെസ് ഗൈസ്, പാഡ്ലോക്കി അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പ്ലേ ഹൗസിൽ മിക്കവാറും പാഡ്ലോക്കി ഉണ്ടാവും ഗൈസ്. അങ്ങനെ ഫൈനലി നമുക്ക് പാഡ്ലോക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒന്ന് രക്ഷപ്പെടാൻ പോകണം ഗൈസ്. കാർ വഴിയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഡോർ വഴി നമ്മൾ രക്ഷപ്പെട്ടായിരുന്നു ഗൈസ്. ഇനി കാർ വഴിയാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്. ഇനി അടുത്ത എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർ എസ്കേപ്പാണ് ഗൈസ്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇത് തുറക്കാം ഗൈസ്. ഓക്കെ, ഇത് തുറക്കാം. ഓക്കെ, അത് പൊക്കിക്കോ. ഓക്കെ, നമ്മളത് പൊക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫൈനലി അങ്ങനെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകണം ഗൈസ്. കാറിൻ്റെ കീ എടുക്കണം.
ഓക്കെ ഇടിക്കൊക്കെ അടിച്ചെറിയില്ല, അല്ലെങ്കിൽ സീനാവും. ഓക്കെ അതവിടെ കിടക്കട്ടെ ഗൈസ്. ഗ്രാനി ഇപ്പം തന്നെ താഴത്തേക്ക് വരുന്നത്. ഗ്രാനീനൊന്ന് മയക്കിയിട്ട് പോവാം ഗൈസ്. കാരണം ഇനി മയക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ല ഗൈസ്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോവാണ്, അതും കാറ് വഴി. അപ്പോൾ ഈ ഗ്രാൻഡ്പയ്ക്ക് ടൂർ പോയപ്പോൾ ഈ കാറും കൂടി കൊണ്ടുപോകാൻ പാടില്ലായിരുന്നാ? വേണ്ട, കാർ കിടന്നോട്ടെ, കാർ നമുക്ക് പോകാമല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഇതേ ഗ്രാനി വരുന്നുണ്ട്, നമുക്കപ്പോൾ ഈ വഴി ചുറ്റിക്കറങ്ങി പോകണം. ഓക്കെ ചുറ്റിക്കറങ്ങി നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ വാ, പിടിക്കില്ലേ, ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ. ഓക്കെ നമ്മളങ്ങനെ രക്ഷപ്പെടാൻ പോകണം ഗൈസ്. എല്ലാ സംഭവം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അമ്മാമ്മനോട് ഒന്ന് ഉറക്കുന്ന പരിപാടി ഉള്ളൂ. കാരണം നമ്മളിവിടുന്ന് പോകുമ്പോൾ അമ്മമ്മയ്ക്ക് വിഷമാവും ഗൈസ്. അതും കൊണ്ടാണ് ഞാൻ ഉറക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ്. എടാ ആ സാധനം എടുക്കാൻ പറ്റിയില്ലടാ, അയ്യോ പെട്ട് ഗൈസ്. ഇതൊക്കെ ഗ്രാനിയുടെ കളിയാണ് ഗൈസ്. നമുക്ക് ആ എന്താ പറയുക, ആ മുണ്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ ഇതേ പോണു ഗ്രാനി. ഓക്കെ അത് എടുക്കടാ ഗൈസ്. ഓക്കെ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഗ്രാനി ഇവിടെ വരും ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഉറക്കിയിട്ട് ഗ്രാനിനെ ഉറക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗ്രാനി, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ, അയ്യോ ആ സാധനം കൊണ്ടില്ല ഗൈസ്. അത് അമ്മമ്മയുടെ മേത്ത് കൊണ്ടില്ല ഗൈസ്. എടാ ഇത് എന്തോന്നാ രക്ഷപ്പെടാറാകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒന്നും പറയാനുള്ള ഗൈസ്. അത് അമ്മമ്മയുടെ മേത്ത് കൊണ്ടില്ല. എടുക്ക് ഗൈസ്. അമ്മമ്മ എവിടെ ഗൈസ്? ഗൈസ് അമ്മാമ്മ ദേ വരുന്നു. എന്നാ പിടിച്ചോ. ഓക്കെ കൊടുത്തിട്ടുണ്ട്, ഉറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ വേഗം പോക്കോ, ഇനി അമ്മമ്മ വരുമ്പോൾ ഇനി എനിക്ക് ഉറക്കാൻ പറ്റില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. ആ പാഡ്ലോക്കിക്ക് വേണ്ടി നമ്മൾ എന്തോരം നടന്നു എന്നറിയോ? കുറേ സംഭവം നടന്നു. അത് നടന്നു, കുറേ അങ്ങ് നടന്നു. ഓക്കെ നമുക്ക് റിവേഴ്സ് എടുക്കണം. ഓക്കെ റിവേഴ്സ് എടുക്കാം. ഓക്കെ ഫോർവേഡ്. ഓക്കെ നമ്മളടിക്കണം. എടാ ഗൈസ് ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ ഡേ. ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ ബൈ ഗ്രാൻഡ് മാം, ബൈ. ഓക്കെ അങ്ങനെ ഞാൻ പോയേക്കാണില്ല മാം, പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ ബൈ, ദ എൻഡ്.